ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CBSE ക്ലാസ് 10 ഹിന്ദി സഞ്ജയൻ ഭാഗ് 2-ലെ ഹരിഹർ കാക്ക എന്ന് പറയുന്ന പാഠത്തിൻ്റെ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പെട്ടെന്ന് തന്നെ അവിടെ പോയി അത് കണ്ടിട്ട് ഈ ഒരു പാർട്ട് കാണാൻ വേണ്ടി വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 2 മുതലാണ് ഈ ഒരു പാർട്ട് തുടങ്ങുന്നത്. ആ ഒരു പേജാണ് ഈ ഒരു പാർട്ടിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത്, हरिहर काका के बारे में मैं सोचता हूँ तो मुझे लगता है कि वह यह समझ नहीं पा रहे हैं कि कहे तो क्या कहे. അപ്പോൾ എന്താണ് ഹരിഹർ കാക്കയ്ക്ക് ബാരേമേ, ഹരിഹർ കാക്കയെക്കുറിച്ച് മേ, അതായത് മേ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ലേഖകനെയാണ്. ലേഖക് സോച്താഹു, ലേഖക് ചിന്തിക്കുകയായിരുന്നു. തോ മുझे लगता है कि, അപ്പോൾ ലേഖകന് തോന്നി അല്ലെങ്കിൽ ലേഖകന് മനസ്സിലായി कि वह यह समझ नहीं पा रहे हैं. എന്താണ് മനസ്സിലായത്? लगता है कि वह ആരാണ് ഇവിടെ? ഹരിഹർ കാക്ക यह समझ नहीं पा रहे हैं कि, ഹരിഹർ കാക്കയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ എന്താണ് അറിയാത്തത്? कि कहे तो क्या कहे, എന്ത് പറയണം എന്ത് പറയണ്ട, ഇതൊന്നും നമ്മുടെ ഹരിഹർ കാക്കയ്ക്ക് അറിയില്ല. ഈ ഒരു അവസ്ഥയിൽ ഹരിഹർ കാക്കയ്ക്ക് എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നില്ല എന്ത് പറയണമെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഹരിഹർ കാക്ക ഇരിക്കുന്നതെന്ന് നമ്മുടെ ഹരിഹർ കാക്കയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ ലേഖകന് മനസ്സിലായി. എന്താണ്? ഹരിഹർ കാക്കയ്ക്ക് ബാരേമേ മേ സോച്താ ഹൂ കി, അതായത് ലേഖക് സോച്താ ഹൂ ഓർ ഉസ്കോ ലഗ്താ ഹേ കി, लग रहा है कि वह यह समझ नहीं पा रहे हैं कि कहे तो क्या कहे. അടുത്തത്, अब कोई ऐसी बात नहीं जिसे कहकर वह हल्का हो सके. അപ്പോൾ ഇപ്പോൾ कोई ऐसी बात नहीं, ഇങ്ങനത്തെ ഒരു വാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ല. എങ്ങനത്തെ കാര്യം? അത് പറഞ്ഞിട്ട് വഹ്, അതായത് ഹരിഹർ കാക്കോ ഹൽക്ക ഹോ സക്കെ, ഹരിഹർ കാക്ക ഒന്ന് തണുക്കാൻ, അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് അദ്ദേഹത്തോട് പറയാൻ വേണ്ടി ഒരു കാര്യവുമില്ല. സാധാരണ ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വിഷമിച്ചോ ഇരിക്കുമ്പോൾ, ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അവരെ ഒന്ന് തണുപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് സന്തോഷിപ്പിക്കാം. പക്ഷേ ഇവിടെ ഹരിഹർ കാക്കയോട് അങ്ങനെ പറയാൻ വേണ്ടി ഒരു കാര്യവുമില്ല. കോയി ഏസെ ഉക്തി നഹി ജിസെ കഹ്കർ വേ മുക്തി പാ സക്കെ. അതുമാത്രമല്ല, കോയി ഉക്തി എന്ന് വെച്ചാൽ കഥൻ അല്ലെങ്കിൽ വാക്യം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ലോകോക്തി എന്നൊക്കെ പറയത്തില്ലേ, എന്താണ് പഴഞ്ചൊല്ല്, അതാണ് ലോകോക്തി. അതുപോലെ ഉക്തി, ചൊല്ല്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. എന്താണ് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി പാസാക്കി, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി അദ്ദേഹത്തോട് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല. ഹരിഹർ കാക്ക की स्थिति में मैं भी होता तो निश्चय ही उस गूंगेपन का शिकार हो जाता. ഹരിഹർ കാക്ക की സ്ഥിതി മേ, ഹരിഹർ കാക്കയുടെ ഈ ഒരു സ്ഥിതിയിൽ മേ ഭി ഹോത്താ തോ, ഞാനായിരുന്നെങ്കിൽ എന്ന് ലേഖകൻ പറയുകയാണ്. ഹരിഹർ കാക്കയുടെ ഈ ഒരു സ്ഥിതിയിൽ ഞാനായിരുന്നെങ്കിൽ തോ നിശ്ചയ് ഹി, ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും ഇസ് ഗൂംഗേപ്പൻ കാ ശിക്കാർ ഹോ ജാത്ത, ഈ ഓർമ്മകളുടെ ഇരയായേനെ. ആര്? ഞാനും ഈ ഓർമ്മകളുടെ ഇരയായേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഹരിഹർ കാക്കയ്ക്ക്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹരിഹർ കാക്ക കാ ഇസ് സ്ഥിതി, ഹരിഹർ കാക്ക ഇസ് സ്ഥിതി മേ കേസെ ആഫസെ, ഹരിഹർ കാക്ക എങ്ങനെയാണ് ഈ ഒരു സ്ഥിതിയിലെത്തിയത്? യഹ് കോൺസി സ്ഥിതി ഹെ, ഇത് ഏത് സ്ഥിതിയാണ്? ഇസ്കെ ലിയെ കോൺ ജിമ്മേവാർ ഹെ, ഈ ഒരു സ്ഥിതിയിലെത്താൻ കാരണക്കാരൻ ആരാണ്? അപ്പോൾ ഹരിഹർ കാക്ക ഈ സ്ഥിതിയിൽ എങ്ങനെ എത്തി? യ കോൺസി സ്ഥിതി ഹെ, ഏത് സ്ഥിതിയാണിത്? ഇസ്കെ ലിയെ കോൺ ജിമ്മേവാർ ഹെ, ഇസ്കെ ലിയെ കോൺ സിമ്മേവാർ ഹെ, ഇങ്ങനെ ആവാൻ, ഹരിഹർ കാക്ക ഇങ്ങനെ ആവാൻ സിമ്മേവാർ, അതായത് കാരണക്കാരൻ ആരാണ്? യഹ് സബ് ബത്താനെ സെ പെഹലെ, ഇതെല്ലാം പറയുന്നതിന് മുൻപ്. യഹ് സബ് ബത്താനെ സെ പെഹലെ, ഇതെല്ലാം പറയുന്നതിന് മുമ്പ്. അപ്നെ ഗാവ് കാ ഓർ खासकर अपने गांव की ठाकुर बारी का संक्षिप्त परिचय मैं आपको दे देना उचित समझता हूँ
क्योंकि उसके बिना तो यह कहानी അധൂരി ही रह जाएगी. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറയാം എങ്ങനെയാണ് ഈ സ്ഥിതിയിലെത്തിയത്, എന്ത് സ്ഥിതിയാണിത്, ഇതിന് ഉത്തരവാദി ആരാണെന്നൊക്കെ പറയുന്നതിന് മുൻപ് അപ്നെ ഗാവ് ക എന്താണ് ലേഖകൻ്റെയും ഹരിഹർ കാക്കയുടെയും ഗ്രാമത്തിനെ കുറിച്ച് ഓർ ഖാസ്കർ എന്ന് വെച്ചാൽ എസ്പെഷ്യലി അപ്നെ ഗാവ് കി ഠാക്കൂർ ബാരി ക ഞങ്ങളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ ആരുടെ നമ്മുടെ ഹരിഹർ കാക്കയുടെയും പിന്നെ ലേഖകിൻ്റെയൊക്കെ ഗ്രാമത്തിലെ ഠാക്കൂർ ജി ക എന്താണ് അതൊരു ക്ഷേത്രം പോലെ ഒരു ദേവാലയമാണത്. ഠാക്കൂർ ബാരി ആ ഗ്രാമത്തിലെ ദേവാലയമാണ്. അപ്പോൾ ഈ നമ്മുടെ ഹരിഹർ കാക്കയുടെ ഈ സ്ഥിതിയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് അവരുടെ ഗ്രാമത്തെക്കുറിച്ചും അവരുടെ ഠാക്കൂർ ബാരിയെക്കുറിച്ചുമുള്ള സംക്ഷിപ്ത ചുരുക്കത്തിലുള്ള ഒരു പരിചയം മേ ആപ്കോ ദേ ദേന ഉചിത് സമജ്താ ഹൂ. ലേഖകൻ നമ്മളോട് പറയുകയാണ് ഹരിഹർ കാക്ക ഈ സ്ഥിതിയിൽ എങ്ങനെ എത്തി, ഏതാണ് ഈ സ്ഥിതി, ഇതിൻ്റെ ഉത്തരവാദി ആരാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് വായനക്കാർക്ക് എന്താണ് അവരുടെ ഗ്രാമത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലെ ഠാക്കൂർ ബാരി ഒരു ദേവാലയമുണ്ട് അതിനെക്കുറിച്ചുള്ള ചുരുക്കത്തിലൊരു പരിചയം തരുന്നതാണ് ഉചിത് സമജ്താഹു, ഉചിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഞാൻ കരുതുന്നു എന്ന് ലേഖകൻ പറയുകയാണ്. ക്യോങ്കി എന്താണ് കാരണം, എന്തുകൊണ്ടാണ്, അതൊക്കെ പറയുന്നതിന് മുമ്പ് ഗ്രാമത്തിനെക്കുറിച്ചും ഗ്രാമത്തിലെ ഠാക്കൂർ ബാരിയെക്കുറിച്ചും നമ്മെ പരിചയപ്പെടുത്തുന്നത് എന്തിനാണ്? ക്യോങ്കി ഉസ്കെ ബിന അതിനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഠാക്കൂർ ബാരിയും ഗ്രാമവും ഇല്ലെങ്കിൽ തോ യഹ് കഹാനി അധൂരി ഹി രഹ് ജായേഗി. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ഒരു പരിചയം നമുക്ക് അതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ ഒരു കഥ അധൂരി ഹി രഹ് ജായേഗി. അധൂരി ഹമാരി അധൂരി കഹാനി എന്നൊക്കെ കേട്ടിട്ടില്ല. ഇൻകംപ്ലീറ്റ്, അധൂരി മീൻസ് ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ് അല്ല. അപ്പോൾ അവരെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ ഈ കഥ നമുക്ക് മനസ്സിലാവാനും പോകുന്നില്ല. ഈ കഥ വളരെയധികം ഇൻകംപ്ലീറ്റ് ആയിരിക്കും എന്നാണ് നമ്മളോട് ആര് പറയുന്നത്, ലേഖകൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. അധൂരി രഹ് ജായേഗി അവിടം വരെ നമ്മൾ കണ്ടു. ഇനി മേരാ ഗാവ് കസ്ബായി ഷഹർ ആരാ സെ 40 കിലോമീറ്റർ കി ദൂരി പർ ഹെ. അപ്പോൾ എൻ്റെ ഗ്രാമം, മേരാ ഗാവ് എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ ഗ്രാമം. കസ്ബായി ഷഹർ ആരാ, അപ്പോൾ കസ്ബായി എന്ന് പറയുന്ന ഒരു നഗരം, ഷഹർ എന്ന് വെച്ചാൽ എന്താണ്, നഗരം. അവിടെ നിന്ന് 40 കിലോമീറ്റർ 40 കിലോമീറ്റർ കി ദൂരി പർ ഹെ 40 കിലോമീറ്റർ ദൂരത്തിലാണ് എന്ത് നമ്മുടെ ഇവരുടെ ഗ്രാമം. ആരുടെ ഗ്രാമം? ലേഖകൻ്റെയും ഹരിഹർ കാക്കയുടെ ഗ്രാമം. മേരാ ഗാവ്, ഹരിഹർ കാക്കയുടെയും ലേഖകൻ്റെയും ഗ്രാമം കസ്ബായി എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും ഒരു 40 കിലോമീറ്റർ ദൂരത്തിലാണ്. ഹസൻ ബാസാർ ബസ് സ്റ്റാൻഡ് കെ പാസ്, ഹസൻ ബാസാർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ഗാവ് കി കുൽ ആബാദി, ഗ്രാമത്തിൻ്റെ കുൽ മുഴുവൻ, ആബാദി എന്താണ്, പോപ്പുലേഷൻ 2,500 ഹോഗി. 2,500 ഹോഗി. 2 എന്താണ് 2.5, 3 എന്താണ് 3. 2,500 എന്ന് വെച്ചാൽ 2.5 അല്ലെങ്കിൽ 3000. 2,500 എന്ന് വെച്ചാൽ എന്താണ് 2,500, അല്ലെങ്കിൽ എന്താണ് 3000, 2,500 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് അവിടുത്തെ ആബാദി എന്ന് വെച്ചാൽ എന്താണ് പോപ്പുലേഷൻ, ആ ഒരു ഗ്രാമത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ. ഗാവ് മേ 3 പ്രമുഖ സ്ഥാൻ ഹെ, ഗ്രാമത്തിൽ 3 പ്രമുഖ ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങളുണ്ട്. ഗാവ് കെ പശ്ചിം കിനാരേക്ക, പശ്ചിം എന്ന് വെച്ചാൽ എന്താണ് പടിഞ്ഞാറ്. അപ്പോൾ എന്താണ് 4 ഡയറക്ഷൻസ് ഉണ്ടല്ലേ ഹിന്ദിയിലല്ല മൊത്തത്തിൽ. അതിൽ ഹിന്ദി പറയുന്ന പേരെന്താണ്, ഏതൊക്കെയാണ് 4 ഡയറക്ഷൻസ്? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, നോർത്ത് വടക്ക്, തെക്ക്, സൗത്ത്. അപ്പോൾ ഇതിനെ ഹിന്ദി പറയുന്ന പേര്
ഈസ്റ്റ് അതായത് കിഴക്ക്, പൂർവ് വെസ്റ്റ് പടിഞ്ഞാറ്, പശ്ചിം വടക്ക് നോർത്ത്, ഉത്തർ, അതുപോലെ തന്നെ തെക്ക് ദക്ഷിൺ സൗത്ത് ദക്ഷിൺ. അപ്പോൾ ഇവിടെ ഗാവ് മേ 3 പ്രമുഖ സ്ഥാൻ ഹെ, ഗ്രാമത്തിൽ 3 ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഉണ്ട്. 3 പ്രമുഖ സ്ഥാൻ ഹെ. ഗാവ് കെ പശ്ചിം കിനാരെ കാ, ഗ്രാമത്തിലെ പശ്ചിം ഏതാണ്? വടക്ക് കിനാരേക്ക, വടക്കേ മൂലയിൽ ബഡാസ താലാബ്, ഒരു വലിയ കുളം. ഗാവ് കെ മധ്യ, ഗ്രാമത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന എന്താണ്? ബർഗദ് കാ പുരാന വൃക്ഷ. ബർഗദ് എന്ന് വെച്ചാൽ എന്താണ്? ബനിയൻ ട്രീ, ആൽമരത്തിന്റെ ഒരു പുരാന വൃക്ഷ, പഴയ ഒരു ആൽമരം. ഓർ ഗാവ് കെ പൂർവ് മേം, ഗ്രാമത്തിന്റെ പൂർവ് അതായത് എന്താണ്? കിഴക്കില് ഠാക്കൂർ ജി കാ വിശാൽ മന്ദിർ, ഠാക്കൂർജിയുടെ ഒരു വിശാലമായ അമ്പലം. ജിസെ ഗാവ് കെ ലോഗ് ഠാക്കൂർ ബാരി കഹത്തെ ഹെ, ഇതിനെയാണ് ഗ്രാമത്തിലെ ആൾക്കാർ ഠാക്കൂർ ബാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലേഖകന്റെയും പിന്നെ ആരുടെയാണ്? ഹരിഹർ കാക്കയുടെയും ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗ്രാമം എന്താണ്? കസ്ബായി നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയാണ്. ഹസൻ ബസാർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ഗ്രാമത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ 2500 അല്ലെങ്കിൽ 3000 വരെയാണ്. ഗ്രാമത്തിൽ 3 മെയിൻ സ്ഥലങ്ങളാണുള്ളത്. ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറേ മൂലയ്ക്കുള്ള ഒരു വലിയ കുളം, നടുക്കായിട്ടുള്ളൊരു പഴയ ആൽമരം, പിന്നെ ഗ്രാമത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഠാക്കൂർജിയുടെ ഒരു വിശാലമായ അമ്പലമാണ്. അതിനെ എല്ലാവരും ഠാക്കൂർ ബാരി എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇതിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി കുറച്ചും കൂടെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണെങ്കിൽ, गांव में इस ठाकुर बारी की स्थापना कब हुई, इसकी ठीक जानकारी किसी को नहीं. അപ്പോൾ ഗ്രാമത്തിൽ ഇസ് ഠാക്കൂർ ബാരി, ഈ ഒരു ഠാക്കൂർ ബാരി की സ്ഥാപന, ഠാക്കൂർ ബാരി സ്ഥാപിച്ചത് കബ് ഹുയി, എന്നാണ് ഈ ഒരു ഗ്രാമത്തിൽ ഠാക്കൂർ ബാരി സ്ഥാപിച്ചത്. ഇസ്കി ठीक ജാൻകാരി കിസി കോ നഹി, ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ആർക്കും ഇല്ല. എന്നാണ് ഇത് ആദ്യമായിട്ട് സ്ഥാപിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല. ഇസ് ജാൻകാരി എന്ന് വെച്ചാൽ അറിവ്. ഇസ് സംബന്ധമേ, ഇതിനെ സംബന്ധിച്ചിട്ട് ഗാവ് മേ ജോ കഹാനി പ്രചലിത് ഹെ, ഗ്രാമത്തിലെ ഒരു കഹാനി, ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. വഹ് യഹ് കി, അത് ഇതാണ്. എന്ത്? വർഷവും പഹലെ, വർഷങ്ങൾക്ക് മുമ്പ്, ജബ് യഹ് ഗാവ് പൂരി തരഹ് ബസാ ഭി നഹി ഥ, ഈ ഒരു ഗ്രാമത്തിൽ മൊത്തമായിട്ടും ബസാ ഭി നഹി ഥ, ആരും താമസിച്ചൊന്നും തുടങ്ങിയിരുന്നില്ല. ഈ ഒരു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരും താമസിച്ച് തുടങ്ങാത്ത കാലത്ത്, ആരും താമസിക്കാതിരുന്ന ഒരു സമയത്ത്, ഏക് സന്ത്, കഹീൻ സെ ഏക് സന്ത്, എവിടുന്നോ ഒരു സന്യാസി, ആക്കർ വന്നിട്ട്, ഇസ് സ്ഥാൻ പർ, അപ്പോൾ എന്താണ്? കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ആ കഥ എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ ആരും താമസിക്കാതിരുന്ന സമയത്ത് എവിടുന്നോ ഒരു സന്ത്, കഹീസെ എവിടുന്നോ, എക് സന്ത് ഒരു സന്യാസി, ആക്കർ വന്നിട്ട്, ഇസ് സ്ഥാൻ പർ ഈ സ്ഥലത്ത്, ഛോമ്പടി ബനാ രഹ്നെ ലഗേ ഥേ, ഇസ് സ്ഥാൻ പർ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ, ഛോമ്പടി കുടില്, ബനാ രഹേ ലഗേ ഥേ കുടില് നിർമ്മിച്ചു. വഹ് സുബഹ് ശ്യാം യഹാ ഠാക്കൂർ ജി കി പൂജ കർത്തേ ഥേ, അദ്ദേഹം എന്താണ് ചെയ്തത്? സുബഹ് ശ്യാം രാവിലെയും വൈകിട്ടും ഇവിടെ എന്ത് ചെയ്തു? ഠാക്കൂർ ജിയെ പൂജ ചെയ്തു. അതൊരു ദൈവമാണ്. ലോഗോൻ സെ മാങ്കുകർ ഖാ ലേത്തെ ഥേ, ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാങ്കുകർ വാങ്ങിച്ച് കഴിച്ചു. കഴിക്കാനുള്ളതല്ല, ജോലിക്കൊന്നും പോയില്ല, അല്ലാതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചു. ഓർ പൂജ പാഠിക്ക് ഭാവന ജാഗ്രത് കർത്തേ ഥേ, പൂജയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം
ചെയ്തുകൊണ്ടിരുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ബാദ് മേ ലോഗോനെ ചന്ദാ കർക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ലോഗനെ ചന്ദാ കർക്കെ, ആൾക്കാരെല്ലാം കൂടെ ചന്ദാ കർക്കെ, ഇക്കട്ടാ കർക്കെ എന്ന് വെച്ചാൽ എന്താണ് ചന്ദാ കർക്കെ, കളക്ട് ചെയ്ത്, കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് യഹാ ഠാക്കൂർജി കാ ഏക്ക് ഛോട്ടാ സാ മന്ദിർ ബനുവാ ദിയ, ഇവിടെ ഠാക്കൂർജിയുടെ ഒരു ചെറിയ അമ്പലം നിർമ്മിച്ചു. ഫിർ ജേസെ ജേസെ ഗാവ് ബസ്താ ഗയ, പിന്നീട് ഗ്രാമത്തിൽ ബസ്താ ഗയ, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരുന്നു, പല ആൾക്കാരുടെ താമസിച്ച് തുടങ്ങിയപ്പോൾ, ഓർ ആബാദി ബഡ്ത്തി ഗയ, ആബാദി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പോപ്പുലേഷൻ കൂടിയ സമയത്തും എന്ത് സംഭവിച്ചു, മന്ദിർ കെ കലേവർ മേം, മന്ദിരം അതായത് ഈ അമ്പലത്തിൻ്റെ കലേവർ മേം ഭി വിസ്താർ ഹോ ഗയ, കലേവർ എന്ന് വെച്ചാൽ രൂപം, അല്ലെങ്കിൽ ആ ഒരു എന്ന് വെച്ചാൽ അമ്പലം വലുതായി. അപ്പോൾ ആൾക്കാരില്ലാത്ത സമയത്ത് ഇവിടെ ഒരു സന്യാസി വന്ന് താമസിച്ചു. അതിനുശേഷം അദ്ദേഹം പൂജയൊക്കെ ചെയ്തു ഠാക്കൂർജിക്ക്. പിന്നെ ആൾക്കാരെല്ലാം താമസിച്ചു തുടങ്ങിയപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ സൈസും വലുതായി, അമ്പലവും വലുതായി. ലോഗ് ഠാക്കൂർജി കോ മനൗത്തി മനാത്തേക്ക് പുത്ര ഹോ, ലോഗ് ആൾക്കാർ, ലോകം എന്ന് വെച്ചാൽ ആൾക്കാർ ഠാക്കൂർജിക്കോ മനൗത്തി മനാത്തെ, നേർച്ചയൊക്കെ ഇങ്ങനെ നേർന്നു, കി പുത്ര ഹോ, ഉണ്ടാകാത്തവർ കുട്ടികൾ ഉണ്ടാവാൻ നേർച്ച നേർന്നു. മുഖദ്മേ വിജയ് ഹോ, മുഖദ്മേന്ന് വെച്ചാൽ ബിസിനസ്സിൽ വിജയിക്കാൻ. പിന്നെ ലഡ്കിക്ക് ഷാദി, മകളുടെ കല്യാണം. അച്ഛേ ഘർ മേ തൈ ഹോ, നല്ലൊരു വീട്ടിലേക്ക് മകളുടെ കല്യാണം ആലോചന ഉറപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നേർച്ച നേർന്നു. എന്തൊക്കെയാണ്? പുത്ര ഹോ, കുട്ടികളുണ്ടാവാൻ. മുഖദ്മേ വിജയ് ഹോ, ബിസിനസ്സിലൊക്കെ വിജയിക്കാൻ. ലഡ്കിക്ക് ഷാദി അച്ഛേ ഘർ മേ തൈ ഹോ, ലഡ്കിയുടെ മകളുടെ കല്യാണം നല്ല വീട്ടിലേക്ക് തീരുമാനിക്കാനും. ലഡ്കേക്കോ നൗക്കരി മിൽ ജായേ, മകന് നല്ല ജോലി കിട്ടാനും. നൗക്കരി ജോലി കിട്ടാനും എല്ലാം ഇവിടെ ആൾക്കാർ വന്ന് നേർച്ച നേരാൻ തുടങ്ങി. ഫിർ ഇസ്മേ ജിൻകോ സഫലത മിൽത്തി, അതിനുശേഷം ഇതിലൊക്കെ ഈ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും സഫലമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ബിസിനസ് നല്ലപോലെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മകളുടെ കല്യാണം നല്ലൊരു വീട്ടിലേക്ക് കല്യാണം ഉറപ്പിച്ചു, നല്ലൊരു വീട്ടിലേക്ക് മകൾക്ക് കല്യാണ ആലോചന വന്നു, അല്ലെങ്കിൽ മകന് നല്ല ജോലി കിട്ടി, ഇങ്ങനെ സഫലത കിട്ടുമ്പോൾ, നല്ലപോലെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോൾ വഹ് ഖുഷി മേ ഠാക്കൂർജി പർ രുപയെ സേവർ അനാജ് ചടാത്തെ, ഇവര് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യും? ഠാക്കൂർജിക്ക് വേണ്ടി രുപയെ പൈസ, സേവർ അതായത് ആഭരണങ്ങൾ, അനാജ് ധാന്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൊടുക്കാൻ തുടങ്ങി. അധിക് ഖുഷി ഹോത്തി തോ, അധികമായിട്ട് സന്തോഷം, വളരെയധികം സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ ഠാക്കൂർജി കെ നാം അപ്നെ ഖേത് കാ ഏക് ഛോട്ടാ സാ ടുക്കട ലിഖ് ദേത്തെ, ഠാക്കൂർജിയുടെ പേരിൽ, ആ ഒരു അമ്പലത്തിൻ്റെ പേരിൽ അവരുടെ ഖേത്ത് അതായത് അവരുടെ പാട അല്ലെങ്കിൽ അവരുടെ ഭൂമിയുടെ ഒരു ഛോട്ടാസാ ടുക്കട, ഒരു ചെറിയ ഭാഗം ഠാക്കൂർ ബാരിയുടെ അല്ലെങ്കിൽ ഠാക്കൂർജിയുടെ പേരിൽ എഴുതി വയ്ക്കുന്ന ഒരു ചടങ്ങും അവിടെ ഉണ്ടായിരുന്നു. യഹ് പരമ്പര, ഈ ഒരു പരമ്പര അല്ലെങ്കിൽ ഈ ഒരു പാരമ്പര്യം ആജ് തക് ജാരി ഹെ, ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, പിന്നെ ഈ ലേഖകൻ പറയുന്നതായിട്ട് പറയുകയാണ്, ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അധികാംശ് ലോഗോങ്കോ വിശ്വാസ് ഹെ കി, നമുക്കൊന്നും സ്ക്രോൾ ചെയ്യാം. അധികാംശ് ലോഗോങ്കോ വിശ്വാസ് ഹെ കി, കൂടുതൽ ആൾക്കാരുടെയും വിശ്വാസം ഇതാണ്, ഉനെ അച്ചി ഫസൽ ഹോത്തി ഹെ തോ ഠാക്കൂർജി കി കൃപാസെ. ഇപ്പോൾ കൂടുതൽ പേരുടെയും വിശ്വാസം, അവർക്ക് എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഠാക്കൂർജിയുടെ കൃപ കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ആര് പറയുന്നു? നമ്മുടെ
നാട്ടുകാരെല്ലാം വിശ്വസിക്കും. അധികാംശ ലോകോങ്കോ വിശ്വാസം. അപ്പോൾ കൂടുതൽ ആൾക്കാരും വിശ്വാസം എന്താണ്? അവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ അതെല്ലാം ഠാക്കൂർജിയുടെ കൃപയാണ് എന്നാണ് അവരെല്ലാം വിശ്വസിച്ചിരുന്നത്. മുഖദ്മേ മേ ഉൻകി ജീത് ഹുയി തോ, ബിസിനസ്സിൽ ഒക്കെ അവർക്ക് വിജയം ഉണ്ടായാൽ ഠാക്കൂർജിക്ക് ചലത്തെ, ഠാക്കൂർജിയുടെ അടുത്തേക്ക് പോകും, അതായത് ഠാക്കൂർ ബാരിയിലേക്ക് പോകും. लड़की की शादी इसलिए जल्दी तय हो गई क्योंकि ठाकुर जी को मनौती मनाई गई है. എന്താണ്, മകളുടെ കല്യാണം എങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ കാരണം എന്താണ്? ഠാക്കൂർജിക്ക് നമ്മൾ നേർച്ച നേർന്നിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. ലോഗോं के इस विश्वास का ही यह परिणाम है कि गांव की अन्य चीज़ों की तुलना में ठाकुर बारी का विकास 1000 गुना अधिक हुआ है. എന്താണ്, ലോഗോं को इस विश्वास का, ആൾക്കാരുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ യഹ് പരിണാം ഹേ കി, ഈ ഒരു വിശ്വാസത്തിൻ്റെ പരിണാമം എന്ന് വെച്ചാൽ എന്താണ്? മാറ്റം. ആൾക്കാരുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? അതിൻ്റെ ഫലം എന്താണ്? ഗാവയ്ക്ക് അന്യ ചീസോങ്കി തുല്യാമേ, ഗ്രാമത്തിലെ മറ്റ് എന്താണ് സാധനങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഇപ്പം കടയായിക്കോട്ടെ വീടായിക്കോട്ടെ ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തുലനം ചെയ്യുമ്പോൾ എന്താണ്, കമ്പയർ ചെയ്യുമ്പോൾ ഠാക്കൂർ ബാരി കാ വികാസ് 1000 ഗുണ അധിക് ഹുവാ ഹേ. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പതുക്കെ ഡെവലപ്പ് ആവുന്നു. പക്ഷെ ഠാക്കൂർ ബാരിയുടെ വികാസം, ഠാക്കൂർ ബാരി വികസിക്കുന്നത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ആവുന്നത് 1000 ബാക്കിയുള്ള ഗ്രാമത്തിലെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളെക്കാളും 1000 മടങ്ങ് വേഗത്തിലാണ്. അല്ലെങ്കിൽ 1000 മടങ്ങായിട്ടാണ് നമ്മുടെ ഠാക്കൂർ ബാരി വികസിക്കുന്നത്, ഡെവലപ്പ് ആവുന്നത്. കാരണം ആൾക്കാരെല്ലാം ഇതുപോലെ എന്തെങ്കിലും നടക്കുമ്പോൾ അവരുടെ പൈസയും ആഭരണങ്ങളും അവരുടെ ഭൂമി ഇതെല്ലാം എന്താണ് അവർക്ക് കൊണ്ട് കൊടുക്കുമല്ലേ, ഠാക്കൂർ ബാരിയുടെ പേരിലൊക്കെ എഴുതി വയ്ക്കുമല്ലേ. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അബ് തോ യഹ് ഗാവ് ഠാക്കൂർ ബാരി സേ ഹി പഹ്ചാനാ ജാതാ ഹൈ. ഇപ്പോൾ എന്താണ്, ഈ ഒരു ഗ്രാമം ഠാക്കൂർ ബാരിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഗ്രാമം എന്നുള്ള രീതിയിലല്ല, ഠാക്കൂർ ബാരി ഇരിക്കുന്ന ഗ്രാമമാണിത്, അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഠാക്കൂർ ബാരിയാണ് ഇത്. यह ठाकुर बारी न सिर्फ मेरे गांव की एक बड़ी और विशाल ठाकुर बारी है बल्कि पूरे इलाके में इसकी जोड़ की दूसरी ठाकुर बारी नहीं. അപ്പോൾ ഈ ഒരു ഠാക്കൂർ ബാരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിലെ മാത്രം ഒരു വലിയ വിശാലമായ ഠാക്കൂർ ബാരി അല്ല. ഈ ഒരു ഠാക്കൂർ ബാരി ന സിർഫ് എൻ്റെ മാത്രം, മേരെ ഗാവ് കി എൻ്റെ ഗ്രാമത്തിലെ മാത്രം, एक बड़ी और विशाल ഒരു വലിയ അല്ലെങ്കിൽ ഒരു വിശാലമായ ഠാക്കൂർ ബാരി അല്ല, ബൽക്കി പിന്നെയോ പൂരെ ഇലാക്കേമേ മുഴുവൻ പ്രദേശത്തിലും ഇസ്കി ജോഡ്ക്കി ഇതിനോട് എന്താണ് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇതിനോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ദൂസരി ഠാക്കൂർ ബാരി നഹി ഹേ. ആ മുഴുവൻ പ്രദേശത്തും ഈ ഠാക്കൂർ ബാരിയോട് ചേരുന്ന അല്ലെങ്കിൽ ഈ ഠാക്കൂർ ബാരിയോട് മത്സരിക്കാൻ മറ്റൊരു ഠാക്കൂർ ബാരി ഇല്ല. ഠാക്കൂർ ബാരി കെ നാം പർ 20 ബീഘെ ഖേത് ഹേ. ഠാക്കൂർ ബാരിയുടെ പേരിൽ 20 ഹെക്ടർ, ബീഘെ എന്ന് വെച്ചാൽ എന്താ, 20 ഹെക്ടർ എന്താണ് ഭൂമിയാണുള്ളത്. ധാർമ്മിക് ലോഗോം കി ഏക് സമിതി ഹെ. ഇതുപോലെ ധാർമ്മികമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ, ധാർമ്മികം എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ആൾക്കാരുടെ ഒരു സമിതിയുണ്ട്. എന്തിനു വേണ്ടി? ജോ ഠാക്കൂർ ബാരിക്ക് ദേഖ് രേഖ്, ഠാക്കൂർ ബാരിയെ നോക്കി നടത്താൻ വേണ്ടിയും ഓർ സഞ്ചാലൻ നല്ല രീതിയിൽ നടത്താനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു സമിതി. ധാർമ്മികമായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ എന്താണ്, പള്ളിയിലച്ചൻ, ഉസ്താദ് അല്ലെങ്കിൽ പൂജാരി, അതുപോലത്തെ ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ഠാക്കൂർ ബാരിയിലെ ധാർമ്മികനായിട്ടുള്ള ആളാണ് അവരുടെ ഒരു സമിതിയുണ്ട്. എന്തിന്? ഠാക്കൂർ ബാരിക്ക് ദേഖ്, ഠാക്കൂർ ബാരി നോക്കി നടത്താനും ഓർ സഞ്ചാലൻ കേലി, ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയും ഒക്കെ. प्रत्येक 3 साल पर एक महंत और एक पुजारी की नियुक्ति करती है. ഓരോ 3 വർഷത്തിലും 3 साल पर 3 വർഷത്തിലും
ഏക് മഹന്ത് ഒരു എന്താണ് പ്രീസ്റ്റ്, ഒരു മെയിൻ പൂജാരി അല്ലെങ്കിൽ മെയിൻ ഒരു അമ്പലത്തിലെ ഒരു മെയിനും പിന്നെ ഒരു പൂജാരി, ഠാക്കൂർ ബാരിയിലേക്ക് ഒരു പ്രീസ്റ്റ് ഒരു പൂജാരിയെയും എന്ത് ചെയ്യും, മഹന്ത് മീൻസ് ഒരു സന്യാസി അതുപോലത്തെ ഒരു വലിയ ആൾ, പിന്നെ ഒരു പൂജാരിയെയും എന്ത് ചെയ്യും, നിയോഗിക്കും. എന്തിനു വേണ്ടി? നിയുക്തി കർത്തിഹെ, നിയോഗിക്കും. ഇതിനെ നോക്കി നടത്താൻ അല്ലെങ്കിൽ ഒരു ഠാക്കൂർ ബാരിയെ നോക്കി നടത്താൻ അതിനൊക്കെ വേണ്ടിയിട്ട് നിയോഗിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നതിനനുസരിച്ച് ഇത് നല്ല രീതിയിൽ ആ പറയുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.